വയനാട്ടിൽ ഗ്രാമീണ റോഡുകളിലൂടെ ടോറസ് ലോറികൾ ഓടുന്നതിനെതിരെ സമരം വ്യാപിക്കുന്നു. കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള കല്ലുമായി എത്തുന്ന കൂറ്റൻ ലോറികൾ റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗ്രാമീണ റോഡുകളിൽ കൂടി കല്ലും വഹിച്ചുള്ള ടോറസ് ലോറികൾ പോകുന്നതിനെതിരെയുള്ള സമരം വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസം മണിയങ്കോട് ചൂരാറ്റയിൽ ഇതേപോലെ തന്നെ ജനങ്ങളിറങ്ങി ടോറസ് ലോറികൾ തടഞ്ഞിരുന്നു. കാരണം ഈ ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ ആ രീതിയിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡുകളൊക്കെയാണ്. അതിലൂടെ ഈ വലിയ ലോറികൾ പോകുമ്പോൾ റോഡിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുന്നു. ചെറിയ ടിപ്പർ ലോറികൾ പോകുന്നതിനെ ഇവർ എതിർക്കുന്നുമില്ല. ഈ ടോറസ് ലോറികൾ പോകുമ്പോൾ ഞങ്ങൾ റോഡിൻ്റെ അരികിലുള്ള വീടുകൾ കുലുങ്ങുകയും പൊട്ടുകയും, ഞങ്ങൾക്ക് ആകെ ഒരു വീടാണുള്ളത്. അത് എന്നും പുതുക്കി പണിയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഫുട്പാത്തില്ല, കല്ലുകൾ മണ്ണിട്ട് റോഡ് നന്നാക്കാൻ വേണ്ടി നന്നായി ചെയ്തതായിരുന്നു. ഇപ്പം കല്ലുകൾ മുഴുവൻ ഇളകി കുഴികളായിരിക്കുകയാണ്. പിന്നെ റോഡിൻ്റെ സൈഡിൽ നടന്നു പോകുമ്പം നമ്മുടെ കാലിലേക്കാണ് കല്ലുകൾ തെറിക്കുന്നത്. 5 വർഷങ്ങളായി ഞങ്ങൾ ഈ നരകയാതന അനുഭവിക്കുന്നു. ഒരു വണ്ടി വരുവോ ഇല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓട്ടോറിക്ഷയൊക്കെ ഇടുവരല്ലേ. പിന്നെ നടന്നു പോകാൻ പ്രായമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഈ റോഡിങ്ങനെ ആയാൽ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ? കോറിയിലുള്ള ലോറികൾ കല്ലും കൊണ്ട് പോകുന്നതുകൊണ്ട് ഈ റോഡ് മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഒരു രോഗികൾ വന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ ഒരു വണ്ടിയും ഇങ്ങോട്ട് ഓട്ടം വരില്ല. 6 മീറ്ററേ ഉള്ളൂ ആ റോഡ്. അതിലൂടെ ഒരു വണ്ടി ഓടുകയും വേണ്ട. ഈ റോഡ് നന്നാക്കിയിട്ട് ഇതിലൂടെ ഓടിക്കോട്ടെ. ആരും ഇതിനെപ്പറ്റി, ഒരു പാർട്ടിക്കാരും ഇതിനെപ്പറ്റി നോക്കുന്നില്ല. വെങ്ങപ്പള്ളി പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഈ ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത്, ഈ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കോറികൾ വന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആ കോറികളുടെ അവിടെ നിന്ന് വാഹനം കല്ല് കയറ്റി പോകുന്ന വാഹനങ്ങളുടെ നിരന്തരമായിട്ടുള്ള 100 കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിൽ കടന്നു പോകുന്നത്. ആ വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങളുടെ ഓട്ടം മൂലം ഈ റോഡ് തകർന്നിരിക്കുന്നു. റോഡ് നനക്കാൻ പറഞ്ഞാൽ വരെ അവർ നനക്കാൻ മടിക്കുകയാണ്. നമ്മളെ വീടുകൾ എത്ര ദൂരെയാണ്, ആ വീട് വരെ പൊടി കൊണ്ടും വിണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോറികൾക്കെതിരെയുള്ള സമരമാണ്. ഈ ലോറിക്കാരെ തടയലോ ലോറിക്കാരെ ബുദ്ധിമുട്ടിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ യാത്രാ സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ അടുത്തടുത്തടുത്ത് കോറി അനുവദിച്ചു കൊടുത്ത് ഈ നാടിനെ തന്നെ ഇല്ലാതെയാക്കുന്ന, അല്ലെങ്കിൽ കോറിയുടെ ഉള്ളിൽ ഈ നാടിനെ ട്രാപ്പ് ചെയ്യുന്ന അധികൃതർക്കെതിരെയുള്ള സമരമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.